നമസ്കാരം. നിങ്ങൾ ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട, ലാലേട്ടൻ വന്ന എപ്പിസോഡ് കണ്ട? ഞാൻ കണ്ടു, ലക്ഷങ്ങൾ നില കണ്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, മിസ്റ്റർ ലാലേട്ടൻ, നിങ്ങൾ ഈ ഞങ്ങളുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു സിബിൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്? അത് കളിയാണ്. ആ കളീനെ നിങ്ങൾ മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ജാസ്മിനെ മരുവളായിട്ടോ മോളായിട്ടോ ഒക്കെ ദത്തെടുത്തോ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും തമ്മാടിത്തരം, ഇത്രയും വൃത്തികേട്, ഇത്രയും അഹങ്കാരം, ഇത്രയും തലക്കനം, ബിഗ് ബോസ് ഹൗസ് അവളുടെ സ്വന്തമാണെന്നുള്ള പറഞ്ഞിട്ട് അവളവിടെ വിലസി നടക്കുമ്പോൾ അവൾ ചെയ്ത തെറ്റൊന്നും കാണാണ്ട് ഈ ലാലി എന്ന് പറഞ്ഞ വ്യക്തി അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ സിബിൻ അടിച്ചു താത്താനായിട്ട് എന്ത് യോഗ്യതയുണ്ട് താങ്കൾക്ക്? താങ്കളും ബിഗ് ബോസിൻ്റെ കൂടെ കൂടി ജനങ്ങളെ ഓമ്പിക്കാനും പറ്റിക്കാനും നിൽക്കുകയാണ്. അല്ലെങ്കിലേ നിങ്ങളെ പുറത്ത് നിങ്ങൾക്ക് ഒരു പേരുണ്ട്, പെണ്ണുപിടിയെന്ന്. ഞാനും കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതേ സ്വഭാവം തന്നെ നിങ്ങൾ വന്ന് ബിഗ് ബോസിൽ കാണിക്കരുത്. നിങ്ങളെന്താ എം ജി ശ്രീകുമാറിന് പഠിക്കുകയാണ്? എം ജി ശ്രീകുമാറാണ് ഇങ്ങനെ ആ പാട്ട് പാടുന്ന കുട്ടികളെ രണ്ട് തരത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു തരം, ആണുങ്ങൾ മാത്രമാണ് അവിടെ. ആ കുറ്റം ചെയ്തവർ മുഴുവൻ ആണുങ്ങൾ മാത്രം. പെണ്ണുങ്ങളെല്ലാവരും പുണ്യവതികൾ, ശീലാവതികൾ, കന്യാമറിയം എന്നാണോ നിങ്ങൾ പറയുന്നത്? സിബിൻ എന്താ ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടില്ല, എപ്പിസോഡിൽ ഞങ്ങൾ കണ്ടില്ല. ലാസ്റ്റ് സിബിൻ ചെയ്ത ആക്ഷൻ അറിയാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ കൂതറ സിബിൻ അത്രയധികം ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവന് അത്രയധികം ദേഷ്യം വന്നിട്ട് അവൻ വന്നിരുന്ന സോഫയിൽ വന്ന് ഇങ്ങനെ 4 ഇടി ഇടിച്ചു. അതിനാണ് ഇന്നലെ ലാലേട്ടൻ പൊക്കിയും പിടിച്ചിട്ട് വന്നിരുന്നിട്ട്, സിബിനെ നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, മറ്റത് ചെയ്യാൻ പാടുണ്ടോ, നിന്നെ ഞാൻ പവർ റൂമിൽ നിന്ന് പുറത്താക്കണ്, 2 ആഴ്ച നിന്നെ നേരിട്ട് നോമിനേഷനിലാക്കണ്. എന്നിട്ട് ഈ ലാലേട്ടൻ ചോദിക്കുക, ഇയാൾക്ക് നാണുണ്ടോയെന്ന് ഞാൻ ഒന്നുകൂടി ചോദിക്കുക, ഇയാൾക്ക് ഉളുപ്പുണ്ടോ? ഇയാൾ എന്ത് ആങ്കറിങ് ആണ് ഇവിടെ വന്ന് ചെയ്യുന്നത്? എന്നിട്ട് ഇയാൾ ചോദിക്കുക, ജാസ്മിൻ എന്ത് ശിക്ഷയാണ് ഞാൻ സിബിന് കൊടുക്കേണ്ടത്? അത് പിന്നെ അടുത്തത് ചോദിക്കുന്നത്, ഗബ്രി ഈ കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ അലട്ടം ചെയ്യുന്നത്. ഇവനാണ് ലോകതെണ്ടി, അവനൊക്കെ ഇന്നലെ പുണ്യാളനാണ്. ഗബ്രി ഈ പറഞ്ഞത് ശരിയാണോ? സിബിൻ ചെയ്തത് ശരിയാണോ? ഇവനോടാണ് ചോദിക്കുന്നത്. അതുപോലെ ജാസ്മിനോട് ചോദിക്കുന്നത്, എന്ത് ശിക്ഷ കൊടുക്കണം? നോറ പറയൂ, എന്ത് ശിക്ഷ കൊടുക്കണം? അതേ വീട്ടിലെ 2 കൂതറകൾ 3 കൂതറകളോടാണ് ഈ ചോദിക്കുന്നത് ലാലേട്ടൻ. ഒന്നില്ലെങ്കിൽ സിബിൻ നമ്മുടെ പവർ ടീമിൽ അംഗമല്ലേ, പവർ ടീമിലെ അംഗത്തിന് ശിക്ഷിക്കാനായിട്ട് ലാലേട്ടൻ ശിക്ഷിച്ചോട്ടെ, ബിഗ് ബോസ് ശിക്ഷിച്ചോട്ടെ. ഈ സാധനങ്ങൾക്ക് ശിക്ഷിക്കാൻ എന്താ ആവശ്യമുള്ള? ഈ നോറയ്ക്കും അതുപോലെ തന്നെ ഈ ജാസ്മിനും ഗബ്രിക്കും ശിക്ഷ കൊടുക്കാൻ പറയാനായിട്ട് എന്താ അവകാശമുള്ളത്? ലാലേട്ടൻ എന്താ ഈ എന്തൊക്കെയോ കരുതി കൂട്ടി ഇന്നലെ വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് മേലെ കയറി പോകണം. ഇവിടെ ജാസ്മിന് കപ്പ് കൊടുക്കാനായിട്ട് ഈ ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ ഭാഗമാവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ലാലേട്ടന് പെണ്ണുപിടിയിലെ കാര്യത്തിൽ കുറച്ച് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇന്നലെ മൂപ്പര് ഉപയോഗിച്ചാന്ന് തോന്നുന്നുണ്ട്, ഒരു ഷർട്ട് കൊണ്ടുവന്നിട്ട് അതിലൊരു ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കളി കുറേ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഡ്രസ്സ് ഊരി കളഞ്ഞ് അത് എണ്ണി നോക്കിയിട്ട് ആ ആൾക്ക് ഈ ബനിയാൻ കൊടുക്കുന്നുണ്ട്. അത് നോറയ്ക്കേ കിട്ടിയത്. മൂപ്പര് ബ്രേക്ക് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നോറ ബനിയ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ നീ കുട്ടി എന്നാ വിളിക്കുന്നത്? കുട്ടി നീ എന്താ ബനിയാടാത്ത? നീ ബനിയാനിടൂ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ ആ ബനിയാൻ ഇട്ടിട്ട് നിന്റെ 2 ബ്രസ്റ്റും എനിക്കൊന്ന് കാണണം, നീ അത് ഇടൂ. അങ്ങനെ മൂപ്പര് ബലമായിട്ട് ആ ബ്രേസർ ഇടിയിച്ച് അപ്പോൾ മൂപ്പർക്ക് സന്തോഷമായി. മൂപ്പര് വേഗം പോയി. എന്തിനാ ഈ നമ്മുടെ ലാലേട്ട ഈ നാറിയ പരിപാടിക്ക് നിൽക്കണം? നിങ്ങൾ കാശ് കിട്ടിയാൽ എന്ത് വൃത്തികേടും ചെയ്യുന്ന ആളാണ് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ പരസ്യത്തിലും കയറി അഭിനയിക്കുന്നത്. ഇനി ക്ലോസറ്റിൻ്റെ പരസ്യത്തിലും നിങ്ങൾ അഭിനയിക്കും, നാപ്കിൻ്റെ ഇതിലും അഭിനയിക്കും. കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്ന് എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യന് ഒരു ആയുസല്ലേ ഉള്ളൂ. 50, 60, 70, 80 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടിലിൽ കിടപ്പ് അല്ലെങ്കിൽ പോക്കാണ്. അതിന് നിങ്ങൾ എന്തിനായി കാശ് സമ്പാദിച്ചേക്കുന്നത്? നിങ്ങളുടെ മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും എക്സ്ട്രാ ഡീസൻ്റാണ്. ഇത്ര ഒരു പാവം മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു അഹങ്കാരവും ഇല്ല, തലക്കനവും ഇല്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. നിങ്ങൾ 1 രൂപ പോലും ആ പാവത്തിന് വേണ്ട. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടേക്ക് വാരി കൂട്ടുന്നത്? ഈ ബിഗ് ബോസിൽ നിന്ന് വാരി കൊണ്ടുപോകുന്നുണ്ട്, സകല പരസ്യത്തിനും അഭിനയിച്ച് കാശ് വാരി കൊണ്ടുപോകുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ മക്കൾക്ക് കാശ് വേണ്ടാത്ത ആൾക്കാർ അവരൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച് മകളായാലും മകനായാലും കാശ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഉളുപ്പില്ലാണ്ട് സകല പരസ്യത്തിലും കയറി വന്ന് സകല ഇതിലും ബ്രാൻഡ് അംബാസഡറായിട്ട് ഈ ജനങ്ങളെ പ്രാക്ക് നിങ്ങൾ എന്തിനാണ് ഏൽക്കണത്? അത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് നല്ല പേരൊന്നല്ല, മമ്മൂട്ടീനെ പോലോ സുരേഷ് ഗോപിനെ പോലോ ഒന്നും ഈ ക്ലീൻ ഇമേജ് ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ പഴയ കാലത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളെ തിരിഞ്ഞ് കൊത്തുക. പഴയ കാലത്ത് നിങ്ങൾ ഭയങ്കര കോഴിയാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ത്രീനെ കെട്ടിയാലും വിടില്ല, സകല സ്ത്രീകളും പരിപാടി ചെയ്യില്ല നിങ്ങളുടെ പണിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ സ്വഭാവം മാറ്റാറായില്ലേ? കാണാൻ നിങ്ങൾക്ക് ഒത്തിരി തൊലി വെളുത്താൽ മതി, അപ്പോൾ പിന്നെ നിങ്ങൾ അവരെ കൂടെ നിന്നു ആ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യും. പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ബിഗ് ബോസിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരൊക്കെ സിനിമയിൽ നടികൾ അഭിനയിക്കുമ്പോഴൊക്കെ കാണാമല്ലോ. അപ്പോൾ ഈ ബിഗ് ബോസ് വിടാണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ ആ ജാസ്മിനോട് ചോദിക്കാറുന്നു. ആ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഭക്ഷണം ദൂരെ കളഞ്ഞു, തൂറാൻ പോയിട്ട് കക്കൂസിൽ നിന്ന് കയറി വന്ന് ബെഡിലിരുന്നു, സോഫയമ്മിലിരുന്നു. എന്തൊക്കെ ഹൈജീനിക് അല്ലാത്ത കാര്യങ്ങൾ ആ പെണ്ണ് അവിടെ ചെയ്ത് കൂട്ടുന്നത്. പിന്നെ ഗബ്രിയും ഈ ജാസ്മിനും എങ്ങനെ കെട്ടിപ്പിടിച്ചാലും എങ്ങനെ ഉമ്മ വെച്ചാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ സപ്പോർട്ടാണ് ഈ ബിഗ് ബോസും ലാലേട്ടനും. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ അങ്ങനെ കെട്ടിപ്പിടിച്ചതുപോലെ വൃത്തികേട് പറയണത് എന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത ഉളുപ്പില്ലാത്ത ലാലേട്ട, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ അതൊക്കെയല്ലേ ഞങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. നിങ്ങൾ പഴയ ഇഡ്ഡലി സാമ്പാറും ചട്നി ഒഴിച്ചിട്ട് നിങ്ങൾ നക്കണതല്ലേ? നിങ്ങൾ ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ ഭക്ഷണം വേസ്റ്റായിട്ട് ഇന്നിനി ചോദിക്കുമോ എന്നറിയില്ല. ചോദിച്ചാൽ നല്ലത്. ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ പറയണം. ഇന്ന് ചോദിച്ചാൽ നാളെ നമ്മൾ തിരിച്ച് പറയുകയും ചെയ്യും. അത് നക്കണ ആളല്ലേ നിങ്ങൾ? ഒരു ഇഡ്ഡലി പോലും ഒരു ഇത്തിരി ചട്നി പോലും തോര കളയാണ്ട് എന്നിട്ട് 2 ദിവസത്തെ ഭക്ഷണം അവൾ വേസ്റ്റാക്കി കളഞ്ഞാൽ അവൾ ക്ലീൻ ഇമേജ് കന്യാമറിയം ഇപ്പോഴങ്ങോട്ട് തേച്ചങ്ങോട്ട് വെളുപ്പിക്കാനാണ് ഇയാൾ എവിടെ നിന്നോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ നാറിത്തരങ്ങൾ പറയണത്. നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്താൽ ഞങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ലാലേട്ടനെ പുകഴ്ത്തും. ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു മഹാനടനാണ്. ആ മഹാനടൻ്റെ ഇമേജ് ഇട്ടിച്ച് താത്തരുത്. ഇപ്പോൾ ഒരു കേസ് കൂടി വന്നിട്ടുണ്ടല്ലോ. കാരണം എന്താണ്? ഈ സെക്സ് കണ്ടന്റാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ വല്ല ഗബ്രിയോടോ ജാസ്മിനോടോ ചോദിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗബ്രി സമയം കിട്ടുമ്പോഴൊക്കെ റസ്മിനെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. ഇരിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൈ കോർത്താണല്ലോ പിടിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല. ഒരു പാവൻ ആ വൈറ്റ് കാറിൽ കയറിയിട്ടുള്ളത് ഒരു ആൺകുട്ടി എന്ന് പറയാനായുള്ളത് സിബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ളത് ഒരു തടി കൊണ്ട് തന്നെ, തടി ഒരു കുറ്റമല്ല, അത് അവരുടെ ശരീരപ്രകൃതി ആയിരിക്കും. ആ തടിയുള്ള ആൾക്കാരൊക്കെ ഹെൽത്ത് കണ്ടീഷൻ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എടുക്കുന്നത്? ആ പൂജ എന്തുണ്ടാക്കാനാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്? എത്രയോ ആൾക്കാർക്ക് കൊടുക്കാവുന്ന ചാൻസ് ഈ ഒരു തടിയും കൂടുതലൂടെ കൂടെ കംപ്ലീറ്റ് ഗെയിം കളിക്കാനാണ് വന്ന് നോക്കണത്. മൈൻഡ് ഗെയിം മാത്രമല്ല ഫിസിക്കൽ ഗെയിമും കളിക്കണം. അപ്പോൾ ഈ തടി ലൈനിങ് കൊണ്ടുവന്നിട്ടോ എന്തിനാ? ഒരു കാര്യമില്ല. അവരക്ഷരം മിണ്ടില്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് പോലും കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ഒരു വഴിക്ക് കൊള്ളാത്തതാണ് ഈ നന്ദന. വന്ന വഴിക്ക് എന്തൊട്ടൊക്കെയോ ചേരിപ്പെണ്ണുകൾ പറയണ പോലെ കുറിച്ച് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനോട് മുഴത്തിൽ സംസാരിച്ച് സിബിന് ഏറ്റവും അധികം ഇത് ചെയ്യാനുള്ള ഒരു ഇതുള്ളത് നമ്മുടെ സിബിനാണ്. അപ്പോൾ ആ സിബിനെ നിങ്ങൾ ഇന്നലെ അടിച്ചിരുത്തിയില്ലാലട്ടെ. സിബിൻ ഒരിക്കലും കയറി പോകരുത്. കയറിപ്പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ കപ്പിന് അവകാശികൾ വേറെ വരും. അപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു കെട്ടിവെക്കും. അതുപോലെ തന്നെ ജാസ്മിനെ പക്ഷം പിടിച്ചു, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഇമേജ് കളഞ്ഞു കുടിച്ചു. ഇതൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ലാലേട്ടന് ഒരുപാട് പരാതികൾ ലാലേട്ടൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും ഒരു ബ്രേക്ക് പറഞ്ഞ് നിങ്ങൾ പിന്നിലേക്ക് നിങ്ങൾ ഈ ബിഗ് ബോസ് ഒന്നും ത്രൂ ഔട്ട് 24 മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ലൊക്കേഷനിൽ വെച്ച് കാണാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങളിവിടെ വന്ന് ഓരോ ബ്രേക്കിലും അടുത്ത ബ്രേക്കിൽ എന്ത് പറയണം എന്നുള്ളത് ബിഗ് ബോസ് അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഷൂട്ടിങ്ങിന് വരുന്നത്. ആ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അരമണിക്കൂർ നേരം ചായയും കുടിച്ച് പപ്പടം നിന്ന് ഈ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള മൂപ്പര് വിഷ്വലായിട്ട് കാണും. ബിഗ് ബോസ് കാണിച്ചു കൊടുക്കും, അതിലൊരു റെഫറൻസ് കൊടുക്കും. അത് കഴിഞ്ഞ് വന്ന് അതൊക്കെ ഇരുന്ന് തൂറി വിളമ്പും. അതാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അമരക്കാരൻ ബിഗ് ബോസ് എന്ന് പറയുന്ന നാറിയാണെന്ന് നമുക്കറിയാം. ആ നാറിയാണല്ലോ ഇന്നലെ സിബിനെ അടിച്ച് താഴ്ത്തി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് തരുമ്പോൾ ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കണ്ടതിൽ എനിക്ക് സിബിനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയാനുള്ള ഒരു നട്ടല് ലാലേട്ടനുണ്ടാവണം.
അതിനെങ്ങനെ നട്ടെല്ലൊക്കെ പണയം വെച്ച് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നട്ടെല്ല് ഇങ്ങനെയുള്ള നട്ടെല്ല് വളച്ച് പിടിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ വരുന്നത്. വെറുതെ അല്ല നിങ്ങളുടെ തോള് ചെരിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്ക്, മമ്മൂട്ടീനെ നോക്ക്. മമ്മൂട്ടി മാന്യനാണ്, നിങ്ങളെനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ സിനിമയിൽ മാത്രം. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ വന്ന് പറയണത്. ഇത് അഭിനയമല്ല, ഇത് റിയാലിറ്റി ഷോ. ഇത് ആങ്കർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഫ്രോഡുകൾ പുറത്തേക്ക് ചാടുക. മമ്മൂട്ടിക്ക് അങ്ങനെ അനാവശ്യമായിട്ട് ആൾക്കാരെ ചീത്ത പറഞ്ഞുകൊണ്ട് മറ്റുണ്ടായിട്ടൊന്നും കാശ് വേണ്ട, ഈ ബിഗ് ബോസും വേണ്ട, മറ്റേ പരസ്യങ്ങളും വേണ്ട, ഒരു വസ്തുവും വേണ്ട. മൂപ്പര് അന്തസ്സായ പരസ്യത്തിൽ മാത്രമേ അഭിനയിക്കുള്ളൂ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതിൻ്റെ അംബാസഡറായിരുന്നു. ആ ഒരു പരസ്യത്തിൽ മാത്രം മമ്മൂട്ടിയെ നിങ്ങൾക്ക് കാണുള്ളൂ. മമ്മൂട്ടി അങ്ങനെ തൂരി മെഴുകിയ പോലെയുള്ള എല്ലാ പരസ്യത്തിലും കയറി അഭിനയിക്കാൻ പണിയ മമ്മൂട്ടിക്കില്ല. കിട്ടിയത് മതി. അയാൾ മാന്യനാ, നിങ്ങൾ മാന്യത ഇല്ലാത്തവനാ. നിങ്ങൾ എന്നിട്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ടൂപ്പ് ബ്രഷ് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പരസ്യം കൊടുക്കണ്ടോ നിങ്ങൾ വിളിച്ച് അങ്ങോട്ട് ചോദിക്കും. ഞാൻ വേണമെങ്കിൽ പരസ്യത്തിൽ വരാട്ടെ, എനിക്കവിടെ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അതുപോലെയുള്ള ആളാണ് നിങ്ങൾ. അത്രയും ഗതി കെട്ടാവും നിങ്ങൾക്ക്, അത്രയും കടക്കാരനായോ നിങ്ങൾ? ഈ കാശൊക്കെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്തോരം കാശ് ഈ ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കുറവ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് അതിലും കുറവ് കൊടുത്താൽ പോരെ? ഈ ബിഗ് ബോസിൽ തന്നെ നിങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കി, എന്നിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനങ്ങൾ വന്ന് പറഞ്ഞ് ജാസ്മിനെ അങ്ങോട്ട് തെളിപ്പിച്ച് വെളുപ്പിച്ച് അവിടെയുള്ള പെണ്ണുങ്ങൾ അങ്ങോട്ട് കുറേ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 10-40 ഡ്രസ്സ് മുകളിലും ഇട്ടിട്ട് ലാസ്റ്റ് അതൊക്കെ ലാലേൻ്റെ മുമ്പിലിട്ട് ഊരിക്കുക. അവസാനമുള്ള ഡ്രസ്സ് ഊരാഞ്ഞത് ഭാഗ്യം. എണ്ണം തയ്ക്കാൻ ചിലപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ അവസാനത്തെ ഡ്രസ്സ് ഊരും, അവസാനത്തെ ട്രൗസർ ഊരും. റസ്മിനൊക്കെ ആ സൈസ് ആൾക്കാരാണ്. അപ്പോൾ അതും കൂടി കാണാനാവില്ല ലാലേട്ടൻ ഇങ്ങനെ നിൽക്കണതില്ല. ഊര് നീ അത് ഊര്, ഇനി അത് ഊര് എന്ന് പറഞ്ഞ് നിൽക്കണത്. അപ്പോൾ ഇതൊക്കെ വൃത്തികേടാണ്. നിങ്ങൾക്ക് പുറത്ത് അഭിനയത്തിൻ്റെ കാര്യത്തിലൊരു ഇമേജ് ഉണ്ട്, പക്ഷേ ആ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇമേജ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഗബ്രിയെ പോലെ ഒരു വായി നോക്കിയാന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഒന്നല്ല ഗബ്രിക്ക് വൈറ്റ് വാഷ് വിട്ട് വീശി ഓടുന്നത്. ഗബ്രിയുടെ ഏറ്റവും വലിയ പുണ്യാളെന്ന് പറയണത്. എന്തിനാണ് ആ ജിൻഡോൻ്റെ ഒന്ന് കുനിഞ്ഞ് നിൽക്കടാ ഞാനൊന്ന് പണിയട്ടെ എന്ന് പറഞ്ഞ നാറിയല്ല ഈ ഗബ്രി. അതിനെക്കുറിച്ച് നിങ്ങളൊരു അക്ഷരം ചോദിച്ചാൽ ലാലേൻ്റെ മുമ്പിൽ നിന്നാണുള്ള ആൾ വന്നത്. ഇനി ഞാൻ തെമ്മാടിത്തരം പറയില്ല, ഒരു വാക്ക് തെറ്റി പറയില്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് ഇന്നവർ ജിൻഡോ തെറ്റിച്ചിട്ടില്ല. ജിൻഡോ ഒരു പൊട്ട വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അതിന് ശേഷം ഈവൻ പറഞ്ഞല്ലോ ഗബ്രി, അതിനെക്കുറിച്ചിട്ട് ലാലേണ്ട ഒരു ആൻസറും ഇല്ല. അപ്പോൾ ഈ ആൾ കാശ് കൊടുത്താൽ എന്ത് ചെറ്റത്തരം പറയാനും എന്ത് വൃത്തികെട്ട പരസ്യത്തിൽ പറയാനും, നിങ്ങൾ നാളെ ഒരു ബിഗ് ബോസ് വേറെ ഏതെങ്കിലും ചാനലുകാർ തുടങ്ങി കഴിഞ്ഞാൽ അവിടെയും വന്ന് എന്ത് നാരിത്തരം പറയാനും പെണ്ണുങ്ങളെ കൂടെ നിൽക്കാനും ഇയാൾ റെഡിയാണ്. അപ്പോൾ പുറത്തുള്ള യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ജനങ്ങളുടെ ഇടയിൽ താങ്കൾക്കുള്ള ഇമേജ് എന്താ? പെണ്ണ് പിടിയൻ. ആ പെണ്ണുപിടുത്തം തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇന്നലെ കാണിച്ച ഷോ. തന്നേലും വലിയ തെറ്റ് ചെയ്തവരും കുറ്റം ചെയ്തവരും അവിടെ നെഞ്ഞു വിരിച്ചിരിക്കുക. ഇതൊക്കെ കേട്ടിട്ടുണ്ട് പരിഹസിച്ച ഒരു ചിരി ജാസ്മിൻ്റെ മുഖത്ത്. അതിനേക്കാളും വലിയ പരിഹാസം സിബിനോടും മറ്റുള്ള ജിൻഡോടും മറ്റുള്ള ആൾക്കാരോടൊക്കെ പരിഹാസം നമ്മുടെ ഈ വിൽക്ക്. അതുപോലെ തന്നെ അവിടെ നിന്നൊരു ഒരു സീരിയലിലൊരു നാടകം നടത്തി. സീരിയലിലെ നാടകം നടത്തി 1ാം സമ്മാനം കൊടുത്തത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. 1ാം സമ്മാനം കൊടുത്തത് ജാസ്മിൻ്റെ ടീമിനാണ്. സിബിൻ എന്താ പറഞ്ഞത്? നമുക്കിതിൽ പക്ഷപാതം ചെയ്യേണ്ട, നന്നായി അഭിനയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ജാസ്മിൻ നിങ്ങളൊരു സ്കിറ്റ് കളിച്ചല്ലോ, അതിലെ സ്കിറ്റ് നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇല്ല ലാലേട്ടാ, പോരാ, എനിക്കിഷ്ടമായില്ല, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ 1ാം സമ്മാനം തന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നു. അതിന് ഈ സ്കിറ്റ് നന്നായില്ല എന്നും ഈ സിബിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആദ്യമേ ഇവൾക്ക് കൊടുത്തു, ഒരു റൂട്ട് മാപ്പ് കൊടുത്തു, ഒരു എഡിറ്റഡ് സ്ക്രിപ്റ്റ് കൊടുത്തു. നീ ലാലേട്ടൻ ചോദിക്കും നിന്നോട്, എന്ത് ചോദിക്കും? ഈ സ്കിറ്റ് നന്നായെന്ന് ചോദിക്കും. നീ നന്നായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് പ്രൈസ് തന്നപ്പോൾ അതിൻ്റെ കുറ്റക്കാരൻ സിബിനായി. അതിനുവേണ്ടി ലാലേട്ടൻ നാടകം കളിച്ച് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നതിന് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു കുറ്റം കൂടി അവൻ്റെ തലയിൽ ചാർത്തി. എന്നിട്ട് അതിൽ ഏറ്റവും നന്നായി കളിച്ചത് റസ്മിൻ്റെ ടീമാണ്. അപ്പോൾ അവിടെ കിടന്നിട്ട് ചാടലും മറയിലും ഗബ്രിയുടെ കൈ പിടിച്ച് പിരിക്കലും കിരിക്കലൊക്കെ കണ്ടു. എന്നിട്ട് കൂതരെ കാണിച്ചവർ. ഇതൊക്കെ സ്കിറ്റാണോ? ഇതൊക്കെ വെറും നേഴ്സറി പിള്ളേർ പറഞ്ഞ് ഇതിനേക്കാളും നന്നായി കളിക്കും ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട്. അത്രയും പറഞ്ഞ സാധനങ്ങൾ കാണിച്ചിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് കൊടുത്തതിന് സിബിന് കുറ്റം. അപ്പോൾ പക്ഷപാതം ചെയ്തു നീ ബിഗ് ബോസിലിരിക്കാൻ അർഹനല്ല. അതുപോലെ തന്നെ പറയണ് ഇവൻ ബിഗ് ബോസിലിരുന്നിട്ട് അപ്പോൾ ഏറ്റവും
ഒരു ലാലേട്ടൻ ഇന്നലെ ഒരു അടി കിട്ടിയത്, ബിഗ് ബോസിന് മുഖത്തൊരടി കിട്ടിയത് ഒറ്റ കാര്യമാണ്. നമ്മുടെ മുടിയൻ പറഞ്ഞു ഈ ചെയ്തത് ശരിയായില്ല, അവനെ അവിടെ നിന്ന് മാറ്റിയത് ശരിയായില്ല, അവനേക്കാളും വൃത്തികേടായിട്ട് ബിഗ് ബോസിലിരുന്ന ആൾക്കാർ ഇവിടെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചൊന്നും ലാലേട്ടൻ ഒരു കമൻറ്റും ചെയ്തിട്ടില്ല. അതിന് ഉദാഹരണമായിട്ട് ഗബ്രി ഇതുപോലെ തന്നെ പവർ റൂമിൽ ഇരുന്നിട്ട് എന്ത് നാറി തരങ്ങളൊക്കെ പറഞ്ഞു, എന്ത് വൃത്തികേടുകളൊക്കെ അയാൾ കാണിച്ചത്. ഈ ജിൻഡോനെ കാണിക്കാത്ത അന്ന് ഈ വൈൽഡ് കാർഡുകളൊന്നുമില്ല, ജിൻഡോനെ പറയാത്തതും ചെയ്യാത്തതും കാര്യങ്ങളൊന്നുമില്ല. അതിനൊന്നും ലാലേട്ടന് അവനെ നേരിട്ട് നോമിനേഷനിലൊന്നും വരുത്തിയില്ലല്ലോ. ഇപ്പോൾ ഇവനെ നേരിട്ട് നോമിനേഷൻ വരുത്തി ഇവനെ അങ്ങോട്ട് ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ജനങ്ങളൊന്നും സമ്മതിക്കില്ല. ജനങ്ങളൊക്കെ സിൻഡോൻ്റെ ഇവിടെ സിബിൻ്റെ കൂടിയാണ്. സിബിൻ ജിൻഡോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ബിഗ് ബോസ് പോണത് തന്നെ. അതിനൊരു ആൺകുട്ടിയായ ഒരാൾ കയറിയപ്പോൾ ബിഗ് ബോസിന് അത് ഇഷ്ടമായില്ല. അവൻ വന്നത് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ജാസ്മിനാണെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അത് തന്നെ ബിഗ് ബോസിന് പിടിച്ചിട്ടില്ല. മോഹൻലാലിന് അതിനേറെ പിടിച്ചിട്ടില്ല. അവൾക്ക് എല്ലാ സഹായങ്ങളും ബിഗ് ബോസ് ചെയ്തു കൊടുക്കല്ലേ. വീട്ടിൽ നിന്ന് തന്ത വിളിക്കുന്നു, തന്തയ്ക്ക് തൊട്ട് സംസാരിക്കാം, പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ട് വേറൊരു കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, പേര് പോലും പറയാൻ ഈ വൃത്തികേടാ. ആ കാറിലിരുന്ന ആൾ പറയണല്ലോ, ഇതൊക്കെ ചെന്ന് നിങ്ങൾ പറഞ്ഞോ, നേരിട്ട് പറഞ്ഞോ എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞയച്ചുള്ള ഒരാളയാൾ. അയാൾക്ക് ആകെ ബ്രെഡ് തിന്നാൻ മാത്രമുള്ള ഒരു തീറ്റർപ്പായി. അപ്പോൾ അതുകൊണ്ട് വേറൊരു കളിയിൽ അയാൾ ജയിക്കില്ല. പിന്നെ എന്താ പറയുക, നാരദപ്പണികളുണ്ട്. ഒരു കൂട്ടത്തിലൊരു കൊട്ടുകൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊട്ടെ. അപ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ജാസ്മിന്. നിങ്ങൾ കപ്പ് കൊടുത്തോ, നാളെ കപ്പ് കൊടുത്തോ, 50 ലക്ഷം 1 കോടി കൊടുത്തോ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ ബിഗ് ബോസ് കാണൽ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണലൊക്കെ നിർത്തും ആൾക്കാർ. ജനങ്ങൾ നിർത്തും. ജനങ്ങൾ ഈ കണ്ണീർ സീരിയലിലേക്ക് തിരിച്ചു പോകും. അതുണ്ടാവുള്ളൂ. ഈ ലാലേട്ടൻ ഇനി ഉളുപ്പില്ലാണ്ട് വന്ന് ഇന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പറയാനുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നാളെ പറയാം. ലാലേട്ടൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അതിപ്പോൾ പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഇന്നത്തെ എപ്പിസോഡിൽ മൂപ്പര് പറയുമോ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് വെയിറ്റ് ചെയ്യാൻ ഞാൻ. ഇതിൻ്റെ മുകളിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് യാതൊരു നവർ മൈൻഡാണ്. ലാലേട്ടൻ അവിടെ നീതി നടപ്പാക്കണം, അല്ലാണ്ട് അനീതി നടപ്പാക്കാനായിട്ട് താങ്കളൊക്കെ ഞങ്ങൾക്ക് കാണേ വേണ്ട. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ നീണ്ടു പോവുക. അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതൊക്കെ വളരെ ഗൗരവത്തിൽ സംബന്ധിച്ച് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷത്തിൽ സംസാരിക്കണമല്ലോ നിങ്ങളോട് പറയണത്. സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് വീഡിയോ കാണുന്നവർ കണ്ടോളൂ. പിന്നെ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒരു കമൻറ്റ് ഇട്ടോളൂ, ഒന്ന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഓക്കെ, ബൈ.